നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവകേരള സദസ്സിൽ പ്രതിഷേധിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമത്തിനെതിരെ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ജില്ലയിലെ 16 പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിന് 22 മുതൽ തുടക്കമാകും. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിന്റെ വരവറിയിച്ച് വിളംബര ഘോഷയാത്ര. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ബേക്കൽ ബീച്ച് വരെയായിരുന്നു ഘോഷയാത്ര. നവകേരള സദസ്സിൽ ലഭിച്ച മുഴുവൻ അപേക്ഷകളും വെള്ളിയാഴ്ചയ്ക്കകം തീർപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. അപേക്ഷകന് ഗുണകരമായ വിധത്തിലുള്ള മറുപടികൾ നൽകണമെന്നും നിർദ്ദേശം. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ആസ്വാദ്യകരമാകും. പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവലിനുള്ള ഒരുക്കങ്ങൾ സജീവം. മഞ്ചേശ്വരം ശ്രീ അനന്തേശ്വര ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവത്തിന്റെ ഭാഗമായി ബ്രഹ്മരഥോത്സവം നടന്നു. ആയിരക്കണക്കിന് ഭക്തർ ഉത്സവത്തിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. നവകേരള സദസ്സിൽ പ്രതിഷേധിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പി. നവകേരള സദസ്സിൽ പ്രതിഷേധിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമത്തിനെതിരെ ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ്, ചെങ്ങള, മധൂർ, മൊഗ്രാൽ പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ KPCC മെമ്പർ PA അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിൽ പിണറായി സർക്കാർ നടത്തുന്ന നവകേരള ധൂർത്തിൽ പ്രതിഷേധിച്ച കേരള വിദ്യാർത്ഥി യൂണിയൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസും SFI DYFI പ്രവർത്തകരും നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിനെ കോൺഗ്രസിന് പ്രതിരോധിക്കേണ്ടി വരുമെന്ന് PA അഷ്റഫ് അലി പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഭരിക്കുന്ന ഭരണകൂടം അതിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ പിണറായി ജനങ്ങളുടെ താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യമെന്ന് പറഞ്ഞ് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതൃത്വവുമാണ്. പാർട്ടി നേതൃത്വത്തെയും പാർട്ടി പ്രവർത്തകർ ശ്രമിക്കണമെങ്കിൽ മുഖ്യമന്ത്രി കസാലയിരുന്ന് അനുവദിക്കില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M. രാജീവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CV ജെയിംസ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി R. ഗംഗാധരൻ, G. നാരായണൻ, അബ്ദുൽ ഖാദർ, BA ഇസ്മായിൽ, ഖാൻ പൈക്ക, KT സുഭാഷ് നാരായണൻ, ഹരീന്ദ്രൻ എരിക്കോടൻ, ഉസ്മാൻ കടവത്ത്, ഉസ്മാൻ അണങ്കൂർ, ഷാഫി അണങ്കൂർ, ഷാഹിദ് പുലിക്കുന്ന്, ആബിദ് എടച്ചേരി, ഉദേശ് കുമാർ, ശ്രീമതി ശൈലജ, ഉഷ, രഹന എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജിദ് കമ്മാടം സ്വാഗതവും ചെങ്കള മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ 16 പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും CPM-ഉം ചേർന്ന് തല്ലിച്ചതക്കുന്നുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. ഹോസ്ദുർഗ്, നീലേശ്വരം, ബേക്കൽ, രാജപുരം, അമ്പലത്തറ, ചിറ്റാരിക്കാൽ, വെള്ളരിക്കുണ്ട്, മേൽപ്പറമ്പ്, കാസർഗോഡ്, ചന്തേര, ചീമേനി, ബേഡകം, ആദൂർ, മഞ്ചേശ്വരം, കുമ്പള, ബദിയടുക്ക എന്നീ പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും CPM-ഉം ചേർന്ന് തല്ലിച്ചതക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ¡Viva
കാഞ്ഞങ്ങാട്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ നേതൃത്വം നൽകി. നവകേരള സദസ്സ് എന്ന് പറയുന്നത് CPM പാർട്ടിയുടെ പ്രചരണ പൊതുയോഗങ്ങളാക്കി മാറ്റി ജനങ്ങൾ കൊടുത്ത ഒരു പരാതിയും മേൽ പോലും അതിന് പരിഹാരം കാണുന്നില്ല. ഇത് ചോദ്യം ചെയ്ത, ഇതിൽ പ്രതിഷേധിക്കുന്ന KSC യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധ സമരങ്ങളുമായി മുമ്പോട്ട് പോയപ്പോൾ ആ പ്രതിഷേധ സമരങ്ങളെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും CPM ഗുണ്ടകളും DYFI തെമ്മാടികളും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഗുണ്ടകളും പോലീസും എല്ലാം ചേർന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരെ ഒരു കാരണവുമില്ലാതെ വളരെ മൃഗീയമായി ആക്രമിക്കപ്പെടുന്നു. നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിന് 22 മുതൽ തുടക്കമാകും. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബേക്കലിനെയും പരിസര പ്രദേശങ്ങളെയും ലോകത്തിനു മുന്നിൽ വീണ്ടും അടയാളപ്പെടുത്തുന്ന ബേക്കൽ ഫെസ്റ്റിന്റെ 2ാം പതിപ്പിന് 22 മുതൽ തുടക്കമാകും. കലാപരിപാടികളും എക്സ്പോയും വിപണനമേളയും ഫെസ്റ്റിലുണ്ടാകും. ജില്ലയുടെ തനത് കലാരൂപങ്ങളും പ്രാദേശിക കലാകാരന്മാരുടെ കലാവിരുന്നും മേളയുടെ ആകർഷകമാകും. പുതുവർഷത്തെ വരവേറ്റ് ഡിസംബർ 31 ബീച്ച് ഫെസ്റ്റ് അവസാനിക്കും. ഫെസ്റ്റിനായി വിപുലമായ പാർക്കിംഗ് സൗകര്യവും സുരക്ഷാ സംവിധാനവും ഒരുക്കിയതായി സംഘാടക സമിതി ചെയർമാൻ CH കുഞ്ഞമ്പു MLA പറഞ്ഞു. പുതുമ നിറഞ്ഞ വിനോദ സംവിധാനങ്ങളും ഇത്തവണയുണ്ട്. ടിക്കറ്റ് വിൽപ്പന ചുമതല കുടുംബശ്രീക്കാണ്. ഇതിനു പുറമെ പ്രവേശന കവാടത്തിൽ 30ഓളം ടിക്കറ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ബീച്ച് പാർക്കിലേക്ക് കടന്നുവരാൻ 30ഓളം പ്രവേശന വഴികളും സജ്ജമാക്കിയിട്ടുണ്ട്. ശുചീകരണത്തിന് അതിവിപുലമായ സന്നാഹങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ടോയ്ലറ്റും മൂത്രപ്പുരകളും വിശ്രമ കേന്ദ്രങ്ങളും പാർക്കിലുണ്ടാകും. ഫെസ്റ്റിവൽ നടക്കുന്ന 10 ദിവസവും ജില്ലയിലെ ഹരിത കർമ്മസേന വളണ്ടിയർമാർ ശുചിത്വ പരിപാലനത്തിനുണ്ടാകുമെന്നും CH കുഞ്ഞമ്പു MLA അറിയിച്ചു. 22-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. MP, MLA മാർ, ex-MLA മാർ, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാതല നേതാക്കന്മാർ അവരൊക്കെയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുക. ഈ ഉദ്ഘാടനത്തിൻ്റെ തൊട്ട് മുമ്പ് പിലാത്തറ ലാസയുടെ ഒരു കർണൻ എന്ന് പറയുന്ന ഒരു നൃത്തശില്പമുണ്ട്. 1 മണിക്കൂർ നിലനിൽക്കുന്നത്. സംഘാടക സമിതി ഭാരവാഹികളായ MA ലത്തീഫ്, TT സുരേന്ദ്രൻ, ഷിജിൻ പറമ്പത്ത്, മധു മുതിയേക്കാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിന്റെ വരവറിയിച്ച് വിളംബര ഘോഷയാത്ര. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ബേക്കൽ ബീച്ച് വരെ സംഘടിപ്പിച്ച വർണ്ണശബളമായ ഘോഷയാത്ര കാഴ്ചക്കാരുടെ മനം കവർന്നു. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ ഘോഷയാത്രയുടെ ഭാഗമായി. കേരള വസ്ത്രമണിഞ്ഞ കുടുംബശ്രീ പ്രവർത്തകർ മുത്തുക്കുടകൾ, മോഹിനിയാട്ടം, യക്ഷഗാനം, കഥകളി, മാർഗംകളി, ഒപ്പന, തിരുവാതിര തുടങ്ങി വിവിധ നൃത്ത ഇനങ്ങൾ, വിവിധയിനം വേഷങ്ങൾ, നാസിക് ഡോൾ, നിശ്ചല ദൃശ്യങ്ങൾ, ചെണ്ടമേളം, ബാൻഡ് സെറ്റ് എന്നിവ ഘോഷയാത്രയ്ക്ക് പൊലിമയേകി. ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര ബേക്കൽ ബീച്ചിൽ അവസാനിച്ചു. ഘോഷയാത്രയ്ക്ക് ശേഷം പള്ളിക്കര ബീച്ചിൽ കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച തിരുവാതിരയും ലാന്റേൺ ഫെസ്റ്റും അരങ്ങേറി. 200ഓളം റാന്തലുകൾ പള്ളിക്കര ബീച്ചിന്റെ ആകാശത്ത് വിസ്മയം തീർത്തു. വർണ്ണാഭമായ കരിമരുന്ന് വിരുന്നും ഒരുക്കിയിരുന്നു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ,
പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, വൈസ് പ്രസിഡന്റ് നസ്നീം വഹാബ് ബി, RDC മാനേജിംഗ് ഡയറക്ടർ P ഷിജിൻ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച മുഴുവൻ അപേക്ഷകളും വെള്ളിയാഴ്ചയ്ക്കകം തീർപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ പറഞ്ഞു. അപേക്ഷകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു കളക്ടർ. വിവിധ വകുപ്പുകൾക്ക് ലഭിച്ച ജില്ലയിൽ നടപ്പാക്കാൻ സാധിക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ, അവയുടെ സാധ്യതാ പഠനങ്ങൾ അതാത് വകുപ്പുകൾ തന്നെ നടത്തിയ ശേഷം ജില്ലാ തലത്തിൽ ഏകീകരിച്ച് കളക്ടറെ ഏൽപ്പിക്കണമെന്നും കാസർഗോഡ് വികസന പാക്കേജ്, MLA ഫണ്ട് എന്നിവയിൽ ഉൾപ്പെടുത്തിയോ ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നോ മികച്ച പദ്ധതികൾ നടപ്പിലാക്കണമെന്നും കളക്ടർ പറഞ്ഞു. അപേക്ഷകൾ തീർപ്പാക്കുമ്പോൾ അപേക്ഷകന് ഗുണകരമായ വിധത്തിലുള്ള മറുപടികൾ നൽകണമെന്നും വകുപ്പിന് തീർപ്പാക്കാൻ സാധിക്കാത്ത വിവരങ്ങൾ നൽകുമ്പോൾ സേവനം ലഭിക്കുന്ന വകുപ്പ് കൂടി അറിയിച്ചുകൊണ്ടുള്ള മറുപടികളാണ് അപേക്ഷകന് നൽകേണ്ടതെന്നും കളക്ടർ പറഞ്ഞു. ഫയൽ തീർപ്പാക്കൽ പുരോഗതി അവലോകനം ചെയ്യാൻ ഡിസംബർ 23-ന് കളക്ടറുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേരും. നവകേരള സദസ്സ് വിവിധ വകുപ്പുകളുടെ ഫയൽ തീർപ്പാക്കൽ സംബന്ധിച്ച പ്രവർത്തന പുരോഗതി കളക്ടർ വിലയിരുത്തി. നവകേരള സദസ്സിൽ കാസർഗോഡ് ജില്ലയിലാകെ 14,600 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 1,370 അപേക്ഷകൾ തീർപ്പാക്കി. 5,541 അപേക്ഷകൾ പരിശോധിച്ചു വരുന്നു. 7,281 അപേക്ഷകൾ വിവിധ വകുപ്പുകളുടെ പരിഗണനയിലാണ്. പൂർണ്ണമല്ലാത്തതും അവ്യക്തവുമായ 14 പരാതികൾ ഒഴിവാക്കിയിട്ടുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ലഭിച്ച 2,005 അപേക്ഷകളിൽ 249 എണ്ണവും കാസർഗോഡ് മണ്ഡലത്തിൽ 3,476 അപേക്ഷകൾ ലഭിച്ചതിൽ 300 എണ്ണവുമാണ് തീർപ്പാക്കിയത്. ഉദുമ മണ്ഡലത്തിൽ ലഭിച്ച 3,744 അപേക്ഷകളിൽ 264 എണ്ണവും കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ലഭിച്ച 2,889 അപേക്ഷകളിൽ 327 എണ്ണവും തീർപ്പാക്കി. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ലഭിച്ച 2,590 അപേക്ഷകളിൽ 321 എണ്ണമാണ് തീർപ്പാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേഡടുക്ക വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റായ ബേഡകം സെവൻസ് 2023 ഡിസംബർ 21 മുതൽ 31 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെ സംസ്ഥാനത്തെ മികച്ച ഡിപ്പാർട്ട്മെന്റ് ടീമുകളെയും പ്രൊഫഷണൽ ടീമുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ബേഡടുക്ക വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ബേഡകം സെവൻസ് 2023 സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 21 മുതൽ 31 വരെ പെരിയ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. 21-ന് ഇന്റർനാഷണൽ താരം KT ചാക്കോ ടൂർണമെന്റിൽ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സംഘാടക സമിതി ചെയർമാനുമായ CK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരിക്കും. കേരള പോലീസ്, KSEB, ബാസ്കോ ഒതുക്കുങ്ങൽ മലപ്പുറം, ലൂക്ക FC മലപ്പുറം, നെക്സ്റ്റൽ ഷൂട്ടേഴ്സ് പടന്ന, സുഭാഷ് എടാട്ടുമ്മൽ, മെട്രോ ഗ്രൂപ്പ് പ്രിയദർശിനി ഒഴിഞ്ഞവളപ്പ്, അൽ മുത്തക്കാമൽ മൊഗ്രാൽ ബ്രദേഴ്സ്, യുണൈറ്റഡ് പട്ല, ശിവാത്മിക ഗ്രൂപ്പ് ടൗൺ ടീം പെരളടുക്കം, ഹോൾഡ് ഹിൽ, ഹദ്ദാദ് നഗർ ബേക്കൽ, ഗ്രീൻ സ്റ്റാർ കുണിയ എന്നീ 12 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുകയെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം ഡിസംബർ 21-ാം തീയതി 8 മണിക്ക് മുൻ ഇൻ്റർനാഷണൽ താരം ശ്രീ KT ചാക്കോ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ ഫുട്ബോൾ മൈതാനങ്ങളിലെ കാണികളുടെ കണ്ണിലുണ്ണിയായ പ്രമുഖ ഇൻഫ്ലുവൻസർ സൽമാൻ കുറ്റിക്കോട് ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏകദേശം പ്രമുഖരായ 12 ടീമുകളാണ് ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ മാറ്റുരക്കുന്നത്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ CK അരവിന്ദാക്ഷൻ, ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A മാധവൻ, ടൂർണമെന്റ് ജനറൽ കൺവീനറും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവുമായ രതീഷ് ബാബു AK, ജില്ലാ സ്പോർട്സ് കൗൺസിൽ മെമ്പറും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവുമായ ലത്തീഫ് പെരിയ, സംഘാടക സമിതി ഭാരവാഹി AM മുരളി, ക്ലബ് പ്രസിഡന്റ് R കുഞ്ഞിക്കണ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവലിനുള്ള ഒരുക്കങ്ങൾ സജീവം. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ അനുഭവവേദ്യമാകുന്ന തരത്തിൽ ഇത്തവണ ഫാം കാർണിവൽ വേറിട്ടതായി മാറും.
കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 2024 ജനുവരി 4 മുതൽ 14 വരെയാണ് ഫാം കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ഗവേഷണ കേന്ദ്രത്തിന്റെ പഠനഫലങ്ങൾ പൊതുജനങ്ങൾക്ക് അടുത്തറിയാനും കാർഷിക വിദ്യാഭ്യാസ ഗവേഷണ സാധ്യതകൾ വരും തലമുറയ്ക്ക് മനസ്സിലാക്കാനും ലക്ഷ്യമിട്ടാണ് ഫാം കാർണിവലിന്റെ ഭാഗമായി കാർഷിക വിജ്ഞാന വിനോദ വിപണനമേള സംഘടിപ്പിക്കുന്നത്. കാർഷിക വൃത്തിയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കൊപ്പം ശാസ്ത്രീയ കൃഷി മാതൃകകളുടെ ലൈവ് പ്രദർശനവും ഒരുക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ, പോഷകാഹാര സുരക്ഷ, പ്രകൃതി സുരക്ഷ എന്നിവ പഠിപ്പിക്കുന്ന ഭക്ഷ്യവിളകളുടെ മാതൃകാ തോട്ടങ്ങളും വിവിധ വിളകളുടെ ബയോ പാർക്കുകളും കൃഷിയുടെ പ്രദർശനങ്ങളും കൃഷിയുടെ പരിശീലനങ്ങളും ഫാം കാർണിവലിൽ ഒരുക്കുന്നുണ്ട്. തെങ്ങ്, നെല്ല്, മാവ് എന്നിവയുടെ ജനിതക വൈവിധ്യത നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന പ്രദർശനങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ചെറുധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, വിവിധ ഇലക്കറികൾ, കിഴങ്ങുവിള വൈവിധ്യം, വളർത്തുമൃഗങ്ങൾ, വിവിധ വിളകളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും കാർണിവലിന്റെ ഭാഗമായി നടക്കും. ഫാം കാർണിവൽ ഇത്തവണ പകൽ സമയത്ത് മാത്രമാണെന്ന പ്രത്യേകതയുണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനം. 100 നെല്ലിനങ്ങൾ കൃഷിയിടത്തിൽ കാണാം. ഇരിപ്പിടം ഒരുക്കിയുള്ള തെങ്ങിന്റെ ബയോ പാർക്ക്, മാവ് തോട്ടത്തിലും കൃഷിയിടത്തിലും പുറത്തുമായി സെൽഫി പോയിന്റുകൾ ഒരുക്കും. ചെറുധാന്യ തോട്ടവും കാഴ്ചക്കൊരുക്കും. വാണിജ്യ സ്റ്റാളുകൾക്ക് കേന്ദ്രത്തിന്റെ പോളി ഹൗസുകളും പാർക്കിംഗ് ഏരിയകളും ഉപയോഗപ്പെടുത്തും. കൃഷി അറിവുകളും കൃഷിരീതികളും കാർഷിക സംസ്കൃതിയും കൂട്ടിയിണക്കിയ ഈ കാർണിവൽ കർഷകർക്കൊരു പുത്തൻ അനുഭവം തീർക്കുമെന്നത് ഉറപ്പിക്കാം. ഉർമിസ് റിപ്പോർട്ട്, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ശ്രീ അനന്തേശ്വര ക്ഷേത്രത്തിൽ ഷഷ്ഠി മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിയുടെ നിറവിൽ ബ്രഹ്മരഥോത്സവം നടന്നു. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തർ ബ്രഹ്മരഥോത്സവത്തിൽ പങ്കെടുത്തു. ഗൗഡസാരസ്വത സമൂഹത്തിന്റെ ശ്രേഷ്ഠ ക്ഷേത്രമാണ് മഞ്ചേശ്വരം ശ്രീമദ് അനന്തേശ്വര ക്ഷേത്രം. ഇവിടെ നടന്നു വരാറുള്ള ബ്രഹ്മരഥോത്സവം ഏറെ പ്രശസ്തമാണ്. ഈ വർഷത്തെ ബ്രഹ്മരഥോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഷഷ്ഠി ഉത്സവത്തിന്റെ ഭാഗമായി രാവിലെ ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാന്റെ പ്രാർത്ഥന, കലശാഭിഷേകം, പ്രാർത്ഥന എന്നിവ നടന്നു. തുടർന്ന് പ്രത്യേകം അലങ്കരിച്ച സ്വർണ്ണലാലേട്ടിൽ ശ്രീദേവന്റെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. 100 കണക്കിന് പേർ രഥം മഠത്തിലേക്ക് പ്രവേശിപ്പിച്ചു. പ്രത്യേക ആരതി പൂജയ്ക്ക് ശേഷം രഥം യഥാസ്ഥാനത്തെത്തിച്ചു. ആയിരക്കണക്കിന് ഭക്തർ രഥോത്സവത്തിൽ പങ്കെടുത്ത് ശ്രീമഞ്ജുലേശന്റെ കൃപ ഏറ്റുവാങ്ങി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടക, മുംബൈ, ഗുജറാത്ത്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള 100 കണക്കിന് സമുദായാംഗങ്ങൾ രഥയാത്രയിൽ പങ്കെടുത്തു. രാവിലെ മുതൽ എല്ലാ വർഷത്തെയും പോലെ ധർമ്മദാനം പരിപാടിയും ജാതിമത ഭേദമന്യേ എല്ലാവർക്കുമുള്ള അരി വിതരണവും നടന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പനത്തടിയിൽ തെങ്ങ് കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. റാണിപുരം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും CPCRI കാസർഗോഡും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. റാണിപുരം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും CPCRI കാസർഗോഡും സംയുക്തമായി പനത്തടിയിൽ സംഘടിപ്പിച്ച തെങ്ങ് കൃഷി പരിശീലന പരിപാടി CPCRI ഡയറക്ടർ ബാലചന്ദ്രൻ ഹെബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. P. രാജൻ സ്വാഗതം പറഞ്ഞു. കൃഷി ശാസ്ത്രജ്ഞരായ ഡോക്ടർ C. തമ്പാൻ, ഡോക്ടർ സുബ്രഹ്മണ്യം, ഡോക്ടർ ഷംസുദ്ദീൻ എന്നിവർ ക്ലാസ് എടുത്തു. കൃഷി ഓഫീസർ അരുൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ രംഗത്തുമല, പഞ്ചായത്ത് അംഗങ്ങളായ രാധ, വിൻസെന്റ്, KK വേണുഗോപാൽ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം MC മാധവൻ എന്നിവർ സംസാരിച്ചു. വിനീത് ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. രാജേന്ദ്രൻ പുല്ലൂരിന്റെ നിരിപ്പ് ചിത്ര പ്രദർശനം ഡിസംബർ 23 മുതൽ 27 വരെ കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കും. കേരളത്തിനകത്തും പുറത്തും നിരവധി ചിത്ര പ്രദർശനങ്ങളിലും ദേശീയ ചിത്രകലാ ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുള്ള രാജേന്ദ്രൻ പുല്ലൂരിന്റെ ചിത്ര പ്രദർശനത്തിന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറമാണ് ആതിഥ്യമരുളുന്നത്.
തെയ്യവും പരിസ്ഥിതിയും വിഷയമാക്കി ചിത്രങ്ങൾ രചിക്കുന്ന പ്രശസ്ത ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരിന്റെ സമകാലിക ചിത്രങ്ങളുടെ പ്രദർശനം നിരിപ്പ് ഡിസംബർ 23 മുതൽ 27 വരെ തീയതികളിൽ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിന് സമീപത്തുള്ള കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. കേരളത്തിനകത്തും പുറത്തും ചിത്ര പ്രദർശനങ്ങളിലും ദേശീയ ചിത്രകലാ ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുള്ള രാജേന്ദ്രൻ പുല്ലൂരിന്റെ ചിത്ര പ്രദർശനത്തിന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറമാണ് ആതിഥ്യമരുളുന്നത്. മണ്ണും മടയും ജൈവാരൂഢങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന തെയ്യങ്ങൾ നാട്ടു സംസ്കൃതിയുടെയും പ്രകൃതിയുടെയും ദുരന്ത ഭൂമികയാണെന്ന് നിരിപ്പ് ചിത്രങ്ങളിൽ കൂടി പറയാൻ ശ്രമിക്കുകയാണ്. അനുഷ്ഠാന കലയുടെ ചരിത്രത്തിലേക്കോ പിന്നാമ്പുറ കഥകളിലേക്കോ പോകാതെ വർത്തമാനകാലത്തെ അതിന്റെ പാരിസ്ഥിതികമായ അവസ്ഥകൾ ചിത്രീകരിക്കുന്ന 70ഓളം ചിത്രങ്ങൾ നിരിപ്പ് പ്രദർശനത്തിൽ ഉണ്ടാകും. 23 രാവിലെ 11 മണിക്ക് ലൗലി രാജേന്ദ്രന്റെ തോറ്റംപാട്ടിന്റെ ഇനത്തിൽ പ്രമുഖ തെയ്യം കലാകാരൻ വിജയൻ മീങ്ങുന്നോൻ നിരിപ്പ് ചിത്ര പ്രദർശനത്തിന് തിരിതെളിയിക്കും. പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിക്കും. സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുക്കും. തെയ്യം കലാഗവേഷകനും എഴുത്തുകാരനുമായ VK അനിൽകുമാർ ആമുഖ ഭാഷണം നടത്തും. തെയ്യം കലയിൽ പട്ടും വളയും വാങ്ങിയ പൊള്ളക്കട രഘു പണിക്കർ, മധുരക്കാട്ട് ഷിജിൽ പണിക്കർ എന്നിവരെ ചരിത്രകാരൻ ഡോക്ടർ C ബാലൻ ആദരിക്കും. ചിത്രകലാ നിരൂപകൻ ഡോക്ടർ AT മോഹൻരാജ്, ചിത്രകാരൻ ശിവകൃഷ്ണൻ കതിരൂർ, രാജേന്ദ്രൻ പുല്ലൂർ, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ തുടങ്ങിയവർ സംസാരിക്കും. 24 വൈകുന്നേരം 4 മണിക്ക് തെയ്യം കവിതകളുടെ ആലാപനം. ദിവാകരൻ വിഷ്ണുമംഗലം, നാലപ്പാടം പത്മനാഭൻ, സുറാബ്, ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, CP ശുഭ, നാരായണൻ അമ്പലത്തറ, അനുശ്രീ പുല്ലൂർ തുടങ്ങിയവർ സ്വന്തം കവിതകൾ അവതരിപ്പിക്കും. 26 രാവിലെ 11 മണിക്ക് മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുന്ന ചിത്രവർത്തമാനം ഉണ്ടാകും. TK നാരായണൻ, EV ജയകൃഷ്ണൻ, അരവിന്ദൻ മാണിക്കോത്ത്, മാനുവൽ കുറിച്ചിത്താനം, ബഷീർ ആരങ്ങാടി, ഫസലുർ റഹ്മാൻ, KS ഹരി, N ഗംഗാധരൻ, T മുഹമ്മദ് അസ്ലം, P പ്രവീൺകുമാർ, ജോയി മാരൂർ, അനിൽ പുളിക്കാൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് പ്രദർശന സമയം. 5 ദിവസം നീളുന്ന ചിത്ര പ്രദർശനം സൗജന്യമായി പൊതുജനങ്ങൾക്ക് കാണാനും അവസരം ഒരുക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നിരിപ്പിന്റെ ബ്രൗഷർ പ്രകാശനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് അസ്ലമിന് നൽകി രാജേന്ദ്രൻ പുല്ലൂർ നിർവഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സപ്ലൈകോയെ രക്ഷിക്കൂ, തൊഴിലാളികളെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പട്ടിണി മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പട്ടിണി മാർച്ച് നടത്തി. സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി P ഭാർഗവി, AITUC ജില്ലാ സെക്രട്ടറി A ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രമേശൻ കാര്യങ്കോട് സ്വാഗതം പറഞ്ഞു. CK നാരായണൻ, P ബിന്ദു, M കമനി, ഷിഹാബുദ്ദീൻ, പ്രീത, വജിത്, ശിവശങ്കരൻ, ജിതിൻ, സുനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NCP സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന തോമസ് ചാണ്ടിയുടെ 4ാം അനുസ്മരണ ദിനാചരണം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. NCP സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന തോമസ് ചാണ്ടിയുടെ 4ാം അനുസ്മരണ ദിനാചരണം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. സംസ്ഥാന സെക്രട്ടറി C ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് T ദേവദാസ് അധ്യക്ഷത വഹിച്ചു. രാജു കൊയ്യൻ, ട്രഷറർ ബെന്നി നാഗമറ്റം, ജില്ലാ സെക്രട്ടറിമാരായ AT വിജയൻ, ദാമോദരൻ വെള്ളികെ, OK ബാലകൃഷ്ണൻ, NYC സംസ്ഥാന സെക്രട്ടറി ഷമീമ, NYC ജില്ലാ പ്രസിഡന്റ് ലിൽജോ സെബാസ്റ്റ്യൻ, NMC ജില്ലാ സെക്രട്ടറി രമ്യ, NCP കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ നിലാങ്കര, മോഹനൻ ചുണ്ടൻകുളം, സുനിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി T നാരായണൻ മാസ്റ്റർ സ്വാഗതവും സീനത്ത് സതീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള സദസ്സിൽ പ്രതിഷേധിക്കുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമത്തിനെതിരെ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ജില്ലയിലെ 16 പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിന് 22 മുതൽ തുടക്കമാകും. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും.
ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിന്റെ വരവറിയിച്ച് വിളംബര ഘോഷയാത്ര. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ബേക്കൽ ബീച്ച് വരെയായിരുന്നു ഘോഷയാത്ര. നവകേരള സദസ്സിൽ ലഭിച്ച മുഴുവൻ അപേക്ഷകളും വെള്ളിയാഴ്ചയ്ക്കകം തീർപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ. അപേക്ഷകന് ഗുണകരമായ വിധത്തിലുള്ള മറുപടികൾ നൽകണമെന്നും നിർദ്ദേശം. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ആസ്വാദ്യകരമാകും. പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവലിനുള്ള ഒരുക്കങ്ങൾ സജീവം. മഞ്ചേശ്വരം ശ്രീ അനന്തേശ്വര ക്ഷേത്രത്തിൽ ഷഷ്ഠി മഹോത്സവത്തിന്റെ ഭാഗമായി ബ്രഹ്മരഥോത്സവം നടന്നു. ആയിരക്കണക്കിന് ഭക്തർ ഉത്സവത്തിൽ പങ്കെടുത്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.